ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല കിഡിലൻ ടേസ്റ്റോട് കൂടിയ ഒരു ഈവനിങ് സ്നാക്കാണ്. നമ്മുടെ കയ്യിൽ വെറും ഒരു പഴം മാത്രമേ ഉള്ളൂവെങ്കിൽ ആ ഒരു പഴം വെച്ച് നല്ല കിഡിലൻ ടേസ്റ്റോട് കൂടിയ ഒരു ഈവനിങ് സ്നാക്ക് വെറും 5 മിനിറ്റുകൾക്കുള്ളിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നൊന്ന് നോക്കിയാലോ. നമ്മുടെ സൂപ്പർ ടേസ്റ്റോട് കൂടിയ ഈ ഒരു ഈവനിങ് സ്നാക്സ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം തന്നെ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല, ഏത് പഴം വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 5 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള പഞ്ചസാരയും 3 ഏലക്കയും കൂടിയാണ്. ഇതെല്ലാം കൂടി നമുക്ക് ബ്ലെൻഡറിലേക്ക് ഇട്ടുകൊടുത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് നമുക്ക് ഈ ഒരു വലിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിലുള്ള ഉപ്പ് ചേർക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിലുള്ള ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. 1 കപ്പ് മുഴുവനായിട്ടുമുള്ള മൈദയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് പകുതി ചേർത്ത് കൊടുക്കാം. പകുതി മൈദ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഴവും മൈദയും പഞ്ചസാരയും ഏലക്കയും ഒക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഇൻഗ്രീഡിയൻസുകളാണ്. എന്നെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. വീണ്ടും നമുക്ക് പകുതി മൈദ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കരുത്, നല്ല ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം. വീണ്ടും നമ്മളെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാറ്ററിന്റെ ഒരു കൺസിസ്റ്റൻസി, നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സ്നാക്സ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മുടെ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഓരോ ബോൾസ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ് കഴിയുന്ന സമയത്ത് നമ്മുടെ സ്നാക്സ് എല്ലാം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും 2 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്നാക്സ് എല്ലാം നല്ല സ്പോഞ്ചി ആയിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പഴം കൊണ്ട് നമ്മൾ 5 മിനിറ്റുകൾക്കുള്ളിൽ ഒരു അടിപൊളി സ്നാക്സ് ആണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.